കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞതായി സൂചന. പ്രതിയെന്ന് സംശയിക്കുന്ന കുടക് സ്വദേശിക്കായി അന്വേഷണം കർണാടകയിലേക്കും വ്യാപിപ്പിച്ചു. ഇയാൾക്കെതിരെ സമാനമായ കുറ്റകൃത്യം നടത്തിയതിന് കുടകിലും കേസുണ്ട്. ന്യൂസ് 18 പുറത്തുവിട്ട പ്രതിയുടെ CCTV ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ട ഇയാളുടെ ബന്ധുവാണ് വിവരം പോലീസിന് നൽകിയത്. KV ബൈജു വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, ഈ പ്രതിയെ തിരിച്ചറിഞ്ഞു, കണ്ടെത്താനായി എന്നുള്ളത് ഏറെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഈ പ്രതിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങളാണ് പോലീസ് ഇപ്പോൾ നൽകുന്നത്? തീർച്ചയായും ആര്യ, ഒരു നീചമായ അതിക്രമത്തിന് നടത്തിയ ഒരു സംഭവത്തിലെ പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇയാൾ കുടക് സ്വദേശിയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഇയാൾ ഈ പ്രദേശത്ത് രാത്രികാലങ്ങളിൽ തേങ്ങാ മോഷണമാണ് ഇയാളുടെ പ്രധാന പരിപാടി. ഇത്തരത്തിൽ ഈ പ്രദേശങ്ങളിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് ഇയാൾ നടക്കാറുണ്ട്. ഈ സംഭവം നടക്കുന്ന ബുധനാഴ്ച രാവിലെ കുട്ടിയെ കാണാതായതിനു ശേഷം ഈ വീട്ടുകാരൊക്കെ തിരച്ചിൽ നടക്കുന്ന ഒരു സമയത്ത് ഇയാളെ കണ്ടവരുണ്ട്. പിന്നീട് ഇയാളെ ഈ പ്രദേശത്ത് ആരും കണ്ടിട്ടില്ല. ഇതിൽ ഏറ്റവും നിർണായകമായത് CCTV ആണ്. ന്യൂസ് 18 വെള്ളിയാഴ്ച പുറത്തുവിട്ട CCTV ദൃശ്യം ഇവരുടെ ബന്ധുവിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഇതിൽ മുഖം വ്യക്തമല്ലായിരുന്നു. പക്ഷേ ഇയാളുടെ നടത്തവും ശരീരപ്രകൃതവുമാണ് പ്രധാനമായും അവർ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ അവർ ഈ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ പോലീസ് ഇയാളെ പിന്തുടരുന്നുണ്ടായിരുന്നു. എന്തായാലും പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തതായും നമുക്കൊരു വിവരം ലഭിക്കുന്നുണ്ട്. കാരണം നാളെയോ മറ്റന്നാളോ ഇത് സംബന്ധിച്ച് വാർത്താ സമ്മേളനം ഉണ്ടാവും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. അങ്ങനെയെങ്കിൽ ഈ പ്രതി ഇപ്പോൾ ഇവരുടെ പോലീസ് കസ്റ്റഡിയിൽ, അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഇയാൾക്കെതിരെ കുടകിൽ ഒരു കേസുണ്ട്. അതായത് 10ാം ക്ലാസ് തരത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്നതിനിടെ ഇയാളുടെ ഒരു ബന്ധുവാണ് കൊണ്ടുവിടുന്നതിനിടെ ഇതേ രീതിയിലുള്ള ഒരു അതിക്രമം ആ പെൺകുട്ടിയോടും കാണിച്ചിരുന്നു. ഇതിന് കർണാടക പോലീസ് ഈ പ്രദേശത്തെത്തിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതും ഇത്തരത്തിൽ നാട്ടുകാർ പറയുന്ന ഒരു വിവരമാണ്. എന്തായാലും ഇയാൾ ഇവിടെ നിന്നും ഈ സംഭവം നടന്ന അന്ന് രാവിലെ തന്നെ മുങ്ങിയതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. എന്തായാലും ഇയാളെ ഉടൻ പിടികൂടാനാകുമെന്നാണ് പോലീസ് പറഞ്ഞെങ്കിലും ഇയാൾ കസ്റ്റഡിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ടായിരിക്കാം നാളെയോ മറ്റന്നാളോ ഇത്തരത്തിൽ വാർത്താ സമ്മേളനവും ഇതിന്റെ മുഴുവൻ വിവരങ്ങളും പോലീസ് പുറത്തുവിടുമെന്ന് പറയുന്നത്. ഏതായാലും 132 CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം ഇയാളുടെ ദൃശ്യങ്ങൾ കൃത്യമായി ഇവരുടെ ബന്ധുക്കളെയും അതുപോലെ തന്നെ നാട്ടുകാരെയും ഇവർ പോലീസ് കാണിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇയാളാണ് ഈ സംഭവം നടത്തിയെന്ന കാര്യത്തിൽ ഒരു പോലീസിനെ വിലയിരുത്തലേക്ക് എത്താൻ പറ്റി. എന്തായാലും ഇയാൾ ഒരാഴ്ച മുൻപ് ഇതേ രീതിയിൽ ഒരു വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയും അവിടെ ഉള്ള ആഭരണങ്ങൾ കൈക്കലാക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതൊരു മുക്കുപണ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ പരാതി ആ വീട്ടുകാർ നൽകിയിരുന്നില്ല. അത്തരം ഒരു സംഭവം കൂടി പോലീസ് നമുക്ക് ഇതിൽ നൽകുന്നുണ്ട്. എന്തായാലും ഈ പ്രതിയെന്ന് സംശയിച്ച ഒരാളെ നേരത്തെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അയാൾ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ തന്നെയുണ്ട്. ഇയാളുടെ DNA പരിശോധനാ ഫലം ഇന്ന് വരും. ഇയാൾക്ക് ഈ കുറ്റകൃത്യവുമായി ബന്ധമില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതേസമയം ഇയാൾക്ക് 2 വാറന്റ് ഉണ്ട്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ലഹരിക്കടിമയായ ഒരാളാണ് ഇയാൾക്കെതിരെ ഒരു പെൺകുട്ടിയെ ബംഗളൂരുവിലേക്ക് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസും ഒപ്പം ഒരു അടിപിടി കേസിലും വാറന്റ് നിലവിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വാറന്റിൽ ഇയാളെ കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത്. ഏതായാലും ഈ കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന വളരെ നിർണായകമായ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. ആര്യ, ബൈജു, ഈ കേസിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്തരത്തിൽ വെളുപ്പിനെ ഈ കുട്ടിയുടെ മുത്തശ്ശൻ രാവിലെ പശുവിനെ കറക്കുവാൻ വേണ്ടി വെളിയിലേക്ക് പോകുന്ന സമയത്താണ് ഈ കുട്ടിയെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതും ഇത്തരത്തിൽ വളരെ ക്രൂരമായ അതിക്രമത്തിന് ഇരയാക്കുന്നതും. അപ്പോൾ സ്വാഭാവികമായും ഇത് ആസൂത്രിതമായിരുന്നു. ഈ പ്രദേശം നോക്കിവെച്ച്, ഈ വീട് നോക്കിവെച്ച് ഇത്തരത്തിലൊരു അതിക്രമം നടത്താം എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ട് നടത്തിയ ഒരു ആക്രമണം തന്നെ. അത്തരത്തിൽ തന്നെയുള്ള നിഗമനമല്ലേ പോലീസിനുള്ളത്? ആര്യ, ഈ കാലത്തിൽ അത്തരത്തിലൊരു നിഗമനത്തിലേക്കല്ല പോലീസ് എത്തുന്നത്. ഇതിൽ ഇയാൾ ഈ രാത്രികാലങ്ങളിൽ ഈ പ്രദേശത്തൊക്കെ ഇത്തരത്തിൽ അലഞ്ഞു തിരിയാറുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടയിൽ ഇത്തരത്തിൽ ഈ മുത്തച്ഛൻ ഈ വാതിൽ തുറന്നാണ് ഈ പാൽ കറക്കാനായി പുലർച്ചെ 2:30 പോകുന്നത്. ആ സമയത്ത് ഇയാൾ ഇതുവഴി വരികയും ഈ കുട്ടിയെ ഇത്തരത്തിൽ കാണുകയും ഈ വീടിനകത്ത് കയറി ഈ കുട്ടിയെ എടുത്ത് പുറത്തേക്ക് പോവുകയും ചെയ്ത ഒരു സാഹചര്യമാണ്. ഏതായാലും ഇയാൾ കൃത്യമായ ഈ വീട് ലക്ഷ്യമിട്ടാണ് വന്നതെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അത്തരത്തിൽ പോലീസ് നമുക്ക് നൽകുന്ന വിവരം അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇത്തരത്തിൽ പുറത്തു വരൂ. അത് ഏതായാലും
നാളെയോ മറ്റന്നാളോ വിശദമായ ഒരു വാർത്താ സമ്മേളനം പോലീസ് ഉണ്ടാവും. ആര് സൂചിപ്പിച്ചതുപോലെ വളരെ നീചമായ ഒരു അതിക്രമമായിരുന്നു. പുലർച്ചെ 2:30 ഇത്തരത്തിലുള്ള ഒരു വീടിനകത്ത് കിടന്നിറങ്ങിയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോവുക, അതിക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുക, അതിനുശേഷം ഉപേക്ഷിക്കുക. എന്തായാലും ഈ പെൺകുട്ടിയുടെ വീടുമായി 500 മീറ്റർ മാത്രമേ ഇപ്പോൾ തിരിച്ചറിഞ്ഞ പ്രതിയുടെ വീടുമായി ബന്ധമുള്ളൂ. ഇയാൾ കൊടക് സ്വദേശിയാണെങ്കിലും വിവാഹം കഴിച്ചത് ഈ പ്രദേശത്താണ്. അങ്ങനെയാണ് ഈ വീട്ടിലാണ് ഇയാൾ താമസിക്കുന്നത്. 500 മീറ്റർ മാത്രമാണ് വീടുമായുള്ള വ്യത്യാസം. ഇയാൾക്ക് ഈ രാത്രി കാലങ്ങളിൽ ഇത്തരത്തിൽ ആ പ്രദേശത്തൊക്കെ അലഞ്ഞു തിരികുകയും അതുപോലെ തേങ്ങ മോഷണം, അത്തരത്തിൽ ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ നടത്തും. ഒപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ കയറി ഇയാൾ ആഭരണങ്ങൾ മോഷ്ടിച്ച് പിറകുവശത്തെ വാതിലിലൂടെ പുറത്തേക്ക് പോയി. പക്ഷെ അതൊരു മുക്ക് പണ്ടമായതുകൊണ്ട് പരാതി നൽകിയിരുന്നില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇയാൾക്കെതിരെ മറ്റു കേസുകൾ ഇവിടെ ഉണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. പക്ഷെ ഇയാൾക്കെതിരെ മടിക്കേരിയിൽ ഇത്തരത്തിൽ ഒരു കേസ്, കൊടകിൽ ഒരു കേസുണ്ട്. അത് 10ാം ക്ലാസ്സുകാരിയെ ഇതേ രീതിയിൽ സമാനമായ രീതിയിൽ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ ഒരു കേസാണ്. ആ കേസിൽ കർണാടക പോലീസ് ഈ പടന്നക്കാട് എത്തിയാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ആ ഒരു സംഭവം ഏതായാലും പോലീസും നമുക്ക് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇയാളെ കസ്റ്റഡിയിൽ എടുത്തതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതിയെ തിരിച്ചറിഞ്ഞു എന്നുള്ള ഏറെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രതിയെന്ന് സംശയിക്കുന്ന കുടക് സ്വദേശിക്കായി അന്വേഷണം ഇപ്പോൾ കർണാടകയിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇയാൾക്കെതിരെ സമാനമായ കുറ്റകൃത്യം നടന്നതിന് കുടകിലും കേസുണ്ട്. അതിലേറെ നിർണായകം ന്യൂസ് 18 പുറത്തുവിട്ട പ്രതിയുടെ CCTV ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ട ഇയാളുടെ ബന്ധുവാണ് ഇത്തരത്തിൽ വിവരം പോലീസിന് കൈമാറിയത് എന്നുള്ളതാണ്.